ഇന്ന് നമുക്കൊരു മധുരക്കറി ആയാലോ? അപ്പോൾ അതിനായിട്ട് പൈനാപ്പിളും നേന്ത്രപ്പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു വലിയ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ഈ കറിക്ക് എടുത്തിട്ടുള്ളൂ. അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ നേന്ത്രപ്പഴവും നമ്മളൊന്ന് ഒരുപാട് ചെറുതാവരുത്, ആ രീതിയിലൊന്ന് എന്നാൽ നല്ല കട്ടിയാവരുത്, ആ രീതിക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൈനാപ്പിളിനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കടിക്കാനായിട്ടുണ്ടാവും കേട്ടോ, നല്ല ഫൈനായിട്ട് അടിക്കരുത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ആ മിക്സിയുടെ ജാറിൽ പൈനാപ്പിൾ അരച്ചിട്ടില്ല അതും കൂടെ ചുരുട്ടി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിന് പൈനാപ്പിൾ പച്ചടി പറഞ്ഞിട്ട് പച്ച നാളികേരം അരച്ചിട്ടുള്ളത് ഉണ്ടാക്കും, ആ സംഭവം അല്ല കേട്ടോ ഇത്. നമ്മളവിടെ അങ്ങനെ കണ്ടിട്ടില്ല. ഒന്ന് ഓണത്തിന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അല്പം അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ അണ്ടിപ്പരിപ്പ് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. പിന്നെ സദ്യയൊക്കെ അല്ലേ, കുറച്ച് റിച്ച് ആയിക്കോട്ടെ. ഇനി നമ്മൾ ഒരു 1.5 പിടി നാളികേരം ആ വെളിച്ചെണ്ണയിൽ എന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെ വറവ് ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ പൈനാപ്പിളും നേന്ത്രപ്പഴവും ഇവിടെ വെന്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കരപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ വറുത്തെടുത്തുള്ള നാളികേരം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാളികേരം ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആവണ്ട, ഏകദേശം ഒന്നൊരു വറവാവണം. നമ്മൾ കറിക്കൊക്കെ അങ്ങനെ നല്ല വറവാവണ്ട, ഏകദേശം ഒരു വറവാവണ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കറി വറുത്തിടാം. ഒരല്പം മുന്തിരിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മധുരക്കറി റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, സൂപ്പർ ടേസ്റ്റ്.